ശ്രീ റോജി എം ജോൺ. സർ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വിളിച്ചു ചേർത്ത പ്രസ്തുത യോഗത്തിൽ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മൈസ്, അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ, ഹൗസ് ബോട്ട് മേഖല, ക്രൂയിസ് ടൂറിസം എന്നിവ സംബന്ധിച്ച പരാതികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ചർച്ച ചെയ്തു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ടൂറിസം ഡയറക്ടർ വിളിച്ച മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ അതിൻ്റെ അജണ്ട പറഞ്ഞിരിക്കുന്നത് ടൂറിസം എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞ മീറ്റിങ്ങിൻ്റെ അജണ്ടയോ മീറ്റിംഗ് വിളിച്ചിരിക്കുന്ന സർക്കുലേറ്റ് ചെയ്ത അജണ്ടയും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല. ഇത് നമുക്ക് എല്ലാവർക്കും ലഭ്യമായിട്ടുള്ളതാണ്. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണോ അവിടെ മീറ്റിംഗ് വിളിച്ചത് എന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടർ വിശദമായി കാര്യങ്ങൾ പറഞ്ഞതാണ്, ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതാണ്. മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്, നമ്മുടെ സഭയിൽ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും ഒരു നിലപാടും അറിയിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞതാണ്, ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുക. രണ്ടാമത്തത്, ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം മന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗമല്ല, ടൂറിസം വകുപ്പ് മന്ത്രിക്ക് അറിയാത്ത യോഗവുമാണ് എന്നുള്ളത് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ പത്രക്കുറിപ്പ് ഒന്നുകൂടി വായിക്കാം. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല ടൂറിസം യോഗവും, മദ്യനയവുമായി ബന്ധമില്ല. ടൂറിസം ഡയറക്ടർ കേരള ടൂറിസം ഡയറക്ടർ ഇൻഡസ്ട്രി കണക്റ്റിൻ്റെ ഭാഗമായി നടത്തിയ യോഗത്തിനെ കുറിച്ച് പരക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കി. ടൂറിസം മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അടക്കമുള്ള സംഘടനകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് മെയ് 21 യോഗം വിളിച്ചത്. ഇത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കി. ടൂറിസം മേഖലയുടെ വികസനത്തിൽ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഹൗസ് ബോട്ടുകൾ, ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ എന്നിവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനാൽ ടൂറിസം മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികളുടെ യോഗം കൃത്യമായ ഇടവേളകളിൽ ടൂറിസം ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കാറുള്ളതാണ്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി, ഇവൻ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ഹൗസ് ബോട്ട് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ, സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ എന്നീ 7 സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാർ ഉടമകളുടെ മാത്രമായതോ ഇപ്പോൾ പ്രചരിപ്പിക്കും പ്രകാരം സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേക യോഗമല്ല എന്നത് വളരെ വ്യക്തമാണ്. വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായി കേരളത്തെ ഉയർത്തുന്നതിന് നേരിടുന്ന തടസ്സങ്ങൾ, കോൺഫറൻസ്, മൈസ് ഉൾപ്പെടെയുള്ള കോൺഫറൻസ് ടൂറിസത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ, ദീർഘകാലമായി ടൂറിസം വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് യോഗത്തിൽ പങ്കെടുത്ത ടൂറിസം മേഖലയിലെ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുള്ളവർ ഉന്നയിച്ചത്. ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും സർക്കാരിലേക്ക് നൽകിയിട്ടില്ല. ടൂറിസം വകുപ്പിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിൽ യോഗങ്ങൾ കൂടുന്ന പതിവുണ്ട്. അത്തരം യോഗങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുകയാണ് പതിവ്. അപ്രകാരം ഒരു സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് മാത്രമാണ് 21/5/2024 കൂടിയിട്ടുള്ളത്. യോഗ നോട്ടീസിൽ വിഷയം ചുരുക്കി പരാമർശിക്കേണ്ടതുള്ളതിനാൽ വിവിധ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മറ്റു വകുപ്പുകളിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്ന തരത്തിൽ ഉന്നയിച്ച ആരോപണത്തിന് അടിസ്ഥാനമില്ല. ഉയർന്നു വന്ന വിഷയങ്ങൾ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട സംഘടനകൾ ദീർഘകാലമായി ഉന്നയിച്ചു വരുന്നതാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒരു നിലപാടും ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടില്ല. കൂടാതെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മറ്റു വാർത്തകളുമായോ ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങളുമായോ ടൂറിസം ഡയറക്ടറേറ്റിന് യാതൊരുവിധ ബന്ധവുമില്ലെന്നും ടൂറിസം ഡയറക്ടർ അറിയിച്ചു. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ടൂറിസം ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇനി മുതൽ വിളിക്കുന്ന യോഗങ്ങൾക്കെങ്കിലും അതിൻ്റെ അജണ്ടയുടെ പേര്
മദ്യനയം ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞ് വിളിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേക Yes, നിർദ്ദേശം please, കൊടുക്കണം. please, please, please. അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് അതാണ് തോന്നുന്നത്. Yes. സർ, ഇവിടുത്തെ വിഷയം ടൂറിസം, ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ വിവാദത്തിൽ ഇത് നമ്മുടെ നിയമം പരിശോധിക്കുമ്പോൾ എവിഡൻസ് ആക്ടിന്റെ 65B അനുസരിച്ചും അതുപോലെ തന്നെ Yes. അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 12 എന്നിവയൊക്കെ അനുസരിച്ച് കേസെടുത്ത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള അതിന് ഉപോത്ബലകമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കാൻ സാധിക്കില്ല എന്ന് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണം നടത്തുവാനായിട്ട് ടൂറിസം വകുപ്പ് ആവശ്യപ്പെടുമോ? സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിലും ഈ ഗവൺമെൻറ്റിൽ വിവിധ വകുപ്പുകളിൽ മന്ത്രിമാരുമായി ചുമതല ഏറ്റെടുത്തതിലും എല്ലാവരും തൃപ്തരായിക്കൊള്ളണമെന്നില്ല. അതായത് പ്രതിപക്ഷത്തെ എല്ലാവരും തൃപ്തരായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പല ആഗ്രഹങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. മന്ത്രിമാർ ഇതിൻ്റെ ഭാഗമായി രാജിവെച്ച് പോകണമെന്നോ അല്ലെങ്കിൽ മന്ത്രിമാരാകെ മോശമാകണമെന്നോ ഒക്കെ പറയാനുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇവിടെ വിഷയം വളരെ വ്യക്തമാണ്. ടൂറിസം വകുപ്പ് ഇതിലൊരു നിലപാട് പറഞ്ഞിട്ടില്ല. ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല. ഇതിന് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ മന്ത്രി എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് സഭയിൽ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ടൂറിസം ഡയറക്ടർ ഒരു മാസം 40-ലധികം യോഗം വിളിക്കും. അത് LDF ഭരിച്ചപ്പോഴും നേരത്തെ UDF ഭരിച്ചപ്പോഴും അങ്ങനെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗങ്ങളൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടല്ല. ആ യോഗങ്ങളിലൊക്കെ മന്ത്രി പങ്കെടുക്കണമെന്നില്ല. ആ യോഗങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമായി എന്തെങ്കിലും വരുമ്പോൾ ആ തീരുമാനം വേണമെങ്കിൽ സ്വീകരിക്കാം, തള്ളാം, അതിൽ പലതും കൂട്ടിച്ചേർക്കാം. ഇത് സ്വാഭാവികമാണ്. ഇവിടെ ഈ മുൻ ടൂറിസം മന്ത്രി ഈ സഭയിലുണ്ട്. എൻ്റെ മിനിറ്റ്സിനകത്ത് അന്ന് നടന്ന യോഗങ്ങളുണ്ട്, പ്രധാനപ്പെട്ട യോഗങ്ങളുണ്ട്. ആ യോഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാണ്. ആ യോഗങ്ങളിൽ സ്വാഭാവികമായും ടൂറിസം വകുപ്പിൻ്റെ അന്നത്തെ മന്ത്രി പങ്കെടുത്തിട്ടില്ല. പലതരത്തിലുള്ള യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇനി ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങളും നടന്നിട്ടുണ്ട്. ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരം അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ പുതുതായിട്ട് വന്നതല്ല. ഈ LDF സർക്കാർ വന്നപ്പോഴോ അല്ലെങ്കിൽ നേരത്തെ LDF സർക്കാർ ഭരിച്ചപ്പോഴോ വന്നതല്ല. UDF 2001 ഭരിച്ചപ്പോഴും അതിനു മുമ്പുമായി പല ഘട്ടങ്ങളിൽ വന്നതാണ്. അന്നിങ്ങനെ വന്ന സമയത്തും ഇതുപോലെ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ രേഖയും എൻ്റെ അടുത്തുണ്ട്. ആവശ്യം വേണമെങ്കിൽ ഞാൻ അതും സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കാം. അപ്പോൾ പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും, പല നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ആ ശ്രമം നടത്തുന്നവരെ ഒന്നും ഞാൻ തെറ്റു പറയില്ല. പക്ഷേ ആ ഫ്രെയിമിൽ പെടാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. തൽക്കാലം ഞാൻ ആ ഫ്രെയിമിൽ പെട്ടുന്ന നിലയിലേക്ക് ഒരു കർമ്മവും നടത്തില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്.